പ്രിയപ്പെട്ടവരെ, ഇത് ഡാനിയലച്ചൻ. ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 97. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ 1 സാമുവേൽ അധ്യായങ്ങൾ 3, 4, 5. ഈ വചന വായനയ്ക്ക് ശേഷം നമ്മൾ 150-ാം സങ്കീർത്തനം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. 1 സാമുവേൽ അധ്യായം 3. സാമുവേലിനെ വിളിക്കുന്നു. ബാലനായ സാമുവേൽ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിനെ സേവിച്ചു പോന്നു. അക്കാലത്ത് കർത്താവിൻ്റെ വചനം വിരളമായിരുന്നു, ദർശനം അസാധാരണവും. ഒരു ദിവസം ഏലി സ്വന്തം സ്ഥലത്ത് ശയിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിൻ്റെ ദീപം ഇനിയും അണഞ്ഞിരുന്നില്ല. ദൈവത്തിൻ്റെ പേടകമുണ്ടായിരുന്ന കർത്താവിൻ്റെ ആലയത്തിൽ സാമുവേൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. എന്നിട്ട് അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചില്ലല്ലോ, നീ തിരിച്ചുപോയി കിടന്നോളൂ. അവൻ പോയി കിടന്നു. സാമുവേൽ കർത്താവ് വിളിക്കുന്നത് ആവർത്തിച്ചു. സാമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, എൻ്റെ മകനെ തിരിച്ചുപോയി കിടക്കുക. സാമുവേൽ ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. കർത്താവിൻ്റെ വചനം ഇതുവരെയും അവന് വെളിപ്പെട്ടിരുന്നുമില്ല. കർത്താവ് സാമുവേലിനെ 3ാമത് വീണ്ടും വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ, അങ്ങനെ വിളിച്ചല്ലോ. കർത്താവാണ് ബാലനെ വിളിക്കുന്നതെന്ന് ഏലി മനസ്സിലാക്കി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, നീ പോയി കിടക്കുക. അവിടുന്ന് നിന്നെ വിളിക്കുകയാണെങ്കിൽ, കർത്താവെ, സംസാരിച്ചാലും എന്തെന്നാൽ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി സ്വസ്ഥാനത്ത് കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പത്തെ പോലെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ. അങ്ങ് സംസാരിച്ചാലും എന്തെന്നാൽ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു എന്ന് സാമുവേൽ ഉണർത്തിച്ചു. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അതാര് കേട്ടാലും അവൻ്റെ 2 ചെവികളും തരിച്ചു പോകും. ഏലിയുടെ കുടുംബത്തോട് ആദ്യന്തം ഞാൻ സംസാരിച്ചിട്ടുള്ളതെല്ലാം അവനെതിരെ അന്ന് ഞാൻ നടപ്പാക്കും. അവൻ അറിവുള്ള കുറ്റത്തിന് തൻ്റെ മക്കൾ തങ്ങൾക്ക് തന്നെ ശാപമുണ്ടാക്കി വെച്ചിട്ടും അവൻ അവരെ ശാസിച്ചില്ല എന്നതിന് ഞാൻ അവൻ്റെ കുടുംബത്തെ എന്നേക്കുമായി വിധിക്കാൻ പോവുകയാണെന്ന് അവനോട് ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ആകയാൽ ഏലി കുടുംബത്തിൻ്റെ കുറ്റം ബലി കൊണ്ടോ കാണിക്ക കൊണ്ടോ നിത്യമായി പരിഹരിക്കപ്പെടുകയില്ലെന്ന് ഏലി കുടുംബത്തോട് ഞാൻ ശപഥം ചെയ്യുന്നു. പ്രഭാതം വരെ സാമുവേൽ കിടന്നു. അനന്തരം അവൻ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നു. ദർശനം ഏലിയോട് വിവരിക്കാൻ സാമുവേൽ ഭയപ്പെട്ടു. അപ്പോൾ സാമുവേലിനെ വിളിച്ചുകൊണ്ട് ഏലി പറഞ്ഞു, എൻ്റെ മകനെ സാമുവേൽ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അയാൾ ചോദിച്ചു, അവിടുന്ന് നിന്നോട് സംസാരിച്ച കാര്യം എന്താണ്? എന്നിൽ നിന്ന് മറച്ചു വെക്കല്ലേ. അവിടുന്ന് നിന്നോട് പറഞ്ഞ എല്ലാ കാര്യത്തിലും നിന്ന് ഏതെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചാൽ അതുപോലെയും അതിലധികവും ദൈവം നിന്നോട് ചെയ്യട്ടെ. സാമുവേൽ അവനിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും അവനോട് വിവരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് കർത്താവാണ്, തൻ്റെ ദൃഷ്ടിയിൽ നല്ലത് അവിടുന്ന് ചെയ്യട്ടെ. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകൻ. സാമുവേൽ വലുതായി. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലൊന്നും പാഴാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി വിശ്വാസനായിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു. കർത്താവ് ഷീലോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്നു. കാരണം കർത്തൃവചനത്തിലൂടെ ഷീലോയിൽ സാമുവേലിന് കർത്താവ് സ്വയം വെളിപ്പെടുത്തി. 1 സാമുവേൽ അധ്യായം 4. ഫിലിസ്ത്യരുമായുള്ള യുദ്ധം. സാമുവേലിൻ്റെ വചനം ഇസ്രായേൽ മുഴുവനും വേണ്ടിയുള്ളതായിരുന്നു. ഇസ്രായേൽ ഫിലിസ്ത്യക്കാരെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഇസ്രായേൽ എബനേസറിൻ്റെ പരിസരത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യക്കാർ അഫെക്കിലും പാളയമടിച്ചു. ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനെ നേരിടാനായി അണിനിരന്നു. യുദ്ധം മുറുകിയപ്പോൾ ഇസ്രായേല്യർ ഫിലിസ്ത്യക്കാർക്ക് മുന്നിൽ പരാജിതരായി. പടനിലത്തിൽ വെച്ച് തന്നെ
4000-ഓളം ആളുകളെ അവർ വധിച്ചു. ജനം പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫിലിസ്ത്യക്കാർക്ക് മുന്നിൽ ഇന്ന് കർത്താവ് നമ്മെ പരാജയപ്പെടുത്തിയത്? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം നമ്മുടെ പക്കലേക്ക് കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ മുഷ്ടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ ജനം ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം അവിടെ നിന്ന് വഹിച്ചുകൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും പേടകത്തോടൊപ്പം അവിടെയുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം പാളയത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ വൻ അട്ടഹാസം മുഴക്കി ഭൂമി പ്രകമ്പനം കൊണ്ടു. ഉടമ്പടിപ്പേടകം നഷ്ടപ്പെടുന്നു. അട്ടഹാസധ്വനി കേട്ട് ഫിലിസ്ത്യക്കാർ തിരക്കി, എബ്രായ പാളയത്തിലെ ഈ വൻ അട്ടഹാസധ്വനി എന്താണ്? കർത്താവിൻ്റെ പേടകം പാളയത്തിലേക്കെത്തിയെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫിലിസ്ത്യക്കാർ ഭയപ്പെട്ടു. പാളയത്തിലേക്ക് ദേവന്മാർ എത്തിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. തുടർന്ന് അവർ പറഞ്ഞു, നമുക്ക് ദുരിതം, മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ദുരിതം. പ്രബലന്മാരായ ആ ദേവന്മാരുടെ കരത്തിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും? മരുഭൂമിയിൽ വെച്ച് സകല പ്രഹരവും കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. എബ്രായർ നിങ്ങൾക്ക് ദാസവേല ചെയ്ത പോലെ നിങ്ങൾ അവർക്ക് ദാസവേല ചെയ്യാതിരിക്കേണ്ടതിന് ഫിലിസ്ത്യക്കാരെ നിങ്ങൾ സുശക്തരാകുവിൻ, പൗരുഷമുള്ളവരാകുവിൻ, പൗരുഷമുള്ളവരായി പൊരുതുവിൻ. തുടർന്ന് ഫിലിസ്ത്യക്കാർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജിതരായി. അവർ ഓരോരുത്തരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പലായനം ചെയ്തു. ആഘാതം വളരെ വലുതായിരുന്നു. ഇസ്രായേൽക്കാരിൽ നിന്ന് 30,000 കാലാളുകൾ നിബദിച്ചു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാർ ഹോഫ്നിയും ഫിനെഹാസും മരിച്ചു. ബെഞ്ചമിൻകാരനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിലെത്തി. അവൻ്റെ വസ്ത്രങ്ങൾ കീറപ്പെട്ടിരുന്നു, തലയിൽ പൂഴിയുണ്ടായിരുന്നു. അവൻ ചെന്നപ്പോൾ അതാ ഏലി വഴിയോരത്ത് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉത്കണ്ഠാകുലമായിരുന്നു. അവൻ പട്ടണത്തിൽ വിവരമറിയിക്കാൻ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ മുറവിളി കൂട്ടി. മുറവിളി ശബ്ദം കേട്ട് ഏലി ആരാഞ്ഞു, എന്താണ് ഈ അസ്വസ്ഥതയുടെ ആരവം? അവൻ തിടുക്കപ്പെട്ടു വന്ന് ഏലിയോട് വിവരിച്ചു. ഏലിക്ക് 98 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ മിഴിച്ചിരുന്നു. അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നില്ല. അവൻ ഏലിയോട് പറഞ്ഞു, ഞാൻ യുദ്ധമുഖത്തു നിന്ന് വരികയാണ്. ഇന്നാണ് ഞാൻ യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്തത്. അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകനെ, എന്ത് കാര്യമാണുണ്ടായത്? അവൻ മറുപടിയായി ആ വാർത്ത അറിയിച്ചു. അവൻ പറഞ്ഞു, ഫിലിസ്ത്യക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റോടി. ജനത്തിനിടയിൽ വലിയ കൂട്ടക്കൊലയുമുണ്ടായി. കൂടാതെ അങ്ങയുടെ 2 പുത്രന്മാരും ഹോഫ്നിയും ഫിനെഹാസും മരിച്ചു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പീഠത്തിൽ നിന്ന് പുറകോട്ട് വാതിലിൻ്റെ പാർശ്വത്തിലേക്ക് മറിഞ്ഞു വീണു. വൃദ്ധനും ഭാരമുള്ളവനുമായിരുന്നതിനാൽ അദ്ദേഹം കഴുത്തൊടിഞ്ഞു മരിച്ചു. അദ്ദേഹം 40 വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, പ്രസവിക്കാറായിരുന്നു. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടതായും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതായുമുള്ള വാർത്ത കേട്ടപ്പോൾ അവൾ ഞെളിപിരി കൊണ്ട് പ്രസവിച്ചു. എന്തെന്നാൽ അവളെ പ്രസവ വേദന ഗ്രസിച്ചിരുന്നു. അവൾ മരിച്ചുകൊണ്ടിരിക്കെ അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. എന്നാൽ അവൾ പ്രത്യുത്തരിച്ചില്ല, അത് ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുക്കപ്പെട്ടതിനെക്കുറിച്ചും തൻ്റെ അമ്മായിയപ്പനെയും ഭർത്താവിനെയും കുറിച്ചും മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. 1 സാമുവേൽ അധ്യായം 5. കർത്തൃപേടകം ഫിലിസ്ത്യ നഗരങ്ങളിൽ. ഫിലിസ്ത്യക്കാർ ദൈവത്തിൻ്റെ പേടകം പിടിച്ചെടുത്ത് എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്ത്യക്കാർ ദൈവത്തിൻ്റെ പേടകമെടുത്ത് അത് ദാഗോൻ്റെ ആലയത്തിലേക്ക് എത്തിച്ചു. പിന്നെ അവർ അത് ദാഗോൻ്റെ സമീപത്ത് സ്ഥാപിച്ചു. അഷ്ദോദുകാർ അടുത്ത ദിവസം പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മുഖം കുത്തി നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. അവർ ദാഗോനെ എടുത്ത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു. പിറ്റേന്നും അവർ നേരത്തെ ഉണർന്നപ്പോൾ ഇതാ ദാഗോൻ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മുഖം കുത്തി മറിഞ്ഞു കിടക്കുന്നു. ദാഗോൻ്റെ തലയും 2 കൈപ്പത്തികളും അറ്റ് ഉമ്മറപ്പടിയിലായിരുന്നു. ദാഗോൻ്റെ ബാക്കി ഭാഗം മാത്രം അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നുവരെയും ദാഗോൻ്റെ പുരോഹിതന്മാരും ദാഗോൻ്റെ ആലയത്തിൽ പ്രവേശിക്കുന്ന ആരും അഷ്ദോദിലുള്ള ദാഗോൻ്റെ ഉമ്മറപ്പടിമേൽ ചവിട്ടാത്തത്. കർത്താവിൻ്റെ കരം അഷ്ദോദുകാർക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ വിസ്മയിപ്പിച്ചു. അവിടുന്ന് അവരെ, അഷ്ദോദിനെയും അതിൻ്റെ ഭൂവിഭാഗങ്ങളെയും കുരുക്കൾ കൊണ്ട് പ്രഹരിച്ചു. അങ്ങനെ സംഭവിച്ചത് കണ്ട് അഷ്ദോദുകാർ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മോടൊത്തിരിക്കണ്ട.
എന്തെന്നാൽ അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ കഠിനമായിരിക്കുന്നു. അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം തങ്ങളുടെ അടുത്ത് വിളിച്ചുകൂട്ടി ചോദിച്ചു, ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകത്തോട് നാം എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം ഗത്തിനെ വലം വെക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം വലം ചുറ്റാനിടയാക്കി. അവർ അത് വലം ചുറ്റാനിടയാക്കിയ ശേഷം കർത്താവിൻ്റെ കരം ആ പട്ടണത്തിൽ വളരെ വലിയ വിഭ്രാന്തി ഉളവാക്കി. വലിപ്പച്ചെറുപ്പമന്യേ നഗരത്തിലെ പൗരന്മാരെ അവിടുന്ന് പ്രഹരിച്ചു. അവരുടെ ഇടയിൽ കുരുക്കൾ വ്യാപിച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ പേടകം എക്രോണിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ എക്രോൺകാർ ഇപ്രകാരം മുറവിളി കൂട്ടി, ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നശിപ്പിക്കാനാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം വലം ചുറ്റിച്ചിരിക്കുന്നത്. അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി, ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ പേടകം നിങ്ങൾ വിട്ടുകൊടുക്കുവിൻ, അത് ഞങ്ങളെയും ഞങ്ങളുടെ ജനത്തെയും നിഹനിക്കാതിരിക്കാൻ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. എന്തെന്നാൽ നഗരത്തിലാകെ മരണവിഭ്രാന്തിയായിരുന്നു. ദൈവകരം അവിടെ അതിപ്രബലമായിരുന്നു. മരിക്കാത്തവർ കുരുക്കളാൽ പ്രഹരിക്കപ്പെട്ടു. നഗരത്തിൻ്റെ നിലവിളി ആകാശത്തിലേക്കുയർന്നു. സങ്കീർത്തനങ്ങൾ 150. അനർഗളസ്തുതി. ഹല്ലേലൂയ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ തമ്പുരാനെ സ്തുതിക്കുവിൻ. അവിടുത്തെ ശക്തിയുടെ വാനവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ ധീരകൃത്യങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിനൊത്ത് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമുഴക്കത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പും നൃത്തവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. മുഴങ്ങുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. മാറ്റൊലി കൊള്ളുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശ്വാസമുള്ള സകലതും കർത്തനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 97-ാമത്തെ വചനപാരായണത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ നല്ല ദൈവം നമുക്ക് തന്ന ഈ കൃപാവരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളോടൊപ്പം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ വേദനാജനകമായ ചില എപ്പിസോഡുകളാണ് നാം വായിച്ചത്. പ്രധാന പുരോഹിതനായ ഏലി തൻ്റെ മക്കളെ തിരുത്തുന്നത് സംബന്ധിച്ച ദൈവത്തിൻ്റെ സ്വരം ഒരു പ്രവാചകൻ വഴിയായി സ്വീകരിച്ചിട്ടും മക്കൾക്ക് മേൽ യാതൊരു ധാർമ്മിക നിയന്ത്രണവും പുലർത്താത്തതിൻ്റെ പേരിൽ ഏലി കുടുംബത്തിന് വന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു മഹാദുരന്തത്തെക്കുറിച്ച് ബാലനായ സാമുവേലിന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സാമുവേല് കർത്താവിൻ്റെ ആലയത്തിൽ വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്ന ദേവാലയത്തിലാണ് അന്തിയുറങ്ങിയിരുന്നത്. ഏലിയാകട്ടെ ഏലിയുടെ വിവരണങ്ങളിൽ 2 ഭാഗത്തായി ബൈബിൾ വിവരിക്കുന്നതനുസരിച്ച് പീഠത്തിന്മേലിരിക്കുന്നതായി ബൈബിൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ആലയത്തിന് പുറത്ത് പീഠമിട്ടിരിക്കുന്ന ഏലിയും ആലയത്തിനകത്ത് ദൈവസാന്നിധ്യത്തിൻ്റെ ചാരെ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സാമുവേലും 2 പ്രതീകങ്ങളാണ്. ദൈവത്തോട് ജീവിതം കൊണ്ടൊരു സമർപ്പണം നടത്തിയ ആളുകൾക്ക് സംഭവിക്കാവുന്ന 2 സാധ്യതകൾ. ഒരാൾ പുറത്താണ്, മറ്റേയാൾ അകത്താണ്. ഒരാൾ ദൈവസാന്നിധ്യത്തിൻ്റെ വെളിയിലാണ്, മറ്റേയാൾ ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്താണ്. അങ്ങനെ ദൈവസാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന സാമുവേലിനാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുന്നത്. ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ സ്വിച്ച് ഓഫ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയാത്തത്. എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സാമുവേൽ പറഞ്ഞ ഒരു ഉത്തരം, ഒരു മറുപടി എപ്പോഴും ദൈവസ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാവണം. സാമുവേൽ പറഞ്ഞു, കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഓരോ ദിവസം ബൈബിൾ വായിക്കുമ്പോഴും വചനവായനയ്ക്ക് മുമ്പ് നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവെ, അങ്ങ് സംസാരിക്കുകയാണ്, അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ഏലിയുടെ പുത്രന്മാർ ദൈവഹിതത്തിന് വിരുദ്ധമായി ഫിലിസ്ത്യക്കാരുമായുള്ള യുദ്ധത്തിൽ വാഗ്ദാന പേടകവുമായി യാത്ര ചെയ്യുന്നു. വാഗ്ദാന പേടകം ഫിലിസ്ത്യക്കാർ പിടിച്ചെടുക്കുന്നു. ഏലിയുടെ 2 പുത്രന്മാരും കൊല്ലപ്പെടുന്നു. ഇസ്രായേൽ ജനം വളരെ ദയനീയമായി ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ വാർത്ത വന്ന് ഒരാൾ ഏലിയെ അറിയിക്കുമ്പോൾ വൃദ്ധനും ഭാരമുള്ളവനുമായിരുന്ന ഏലി പുറകോട്ട് മറിഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഹീബ്രു ബൈബിൾ പറയുന്നത്. പുരോഹിതന്റെ മക്കൾ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത ബലിവസ്തു ഭക്ഷിച്ച് മക്കളെ തിരുത്താതെ ഭാരമുള്ളവനായി മാറിയ ഏലി ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ദൈവഹിതത്തിന് വിപരീത ദിശയിൽ സഞ്ചരിച്ച് നാം സമാഹരിക്കുന്ന ഈ ഭാരമെല്ലാം, ഈ ഭാണ്ഡക്കെട്ടെല്ലാം ഒടുവിൽ നമ്മുടെ തന്നെ വീഴ്ചയ്ക്കും നാശത്തിനും മരണത്തിനും കാരണമാകും എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏലിയും കൊല്ലപ്പെടുന്നു. തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ
ഏലിയുടെ പുത്രനായ ഫിനഹാസിൻ്റെ ഭാര്യ കുഞ്ഞിന് ജന്മം നൽകുന്ന നേരത്ത് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു എന്ന് വായിക്കുമ്പോൾ അതൊരു വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മഹത്വം എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി, മഹത്വം എൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി, മഹത്വം എൻ്റെ സഭയിൽ നിന്ന് വിട്ടുപോയി എന്ന് ഒരിക്കലും കേൾക്കാനിടയാവരുത് എന്ന ഒരു വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിലുണ്ടാവണം. മാത്രമല്ല, എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. വാഗ്ദാന പേടകം പോകുന്ന ഇടങ്ങളിലെല്ലാം അത് വിജാതീയ ദേവന്മാരെ തകർക്കുന്നതായും വിജാതീയ ദേവവിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നതായും നാം വായിക്കുന്നു. ഇനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി, ഈ വാഗ്ദാന പേടകം സഞ്ചരിച്ച വഴികളിലെ എല്ലാ ദേശങ്ങളും ദൈവത്തിൻ്റെ ജനതയുടെ സ്വന്തമായി മാറി എന്നുള്ളതാണ്. ദൈവസാന്നിധ്യം സഞ്ചരിച്ച വഴികളെല്ലാം ദൈവത്തിൻ്റെ ജനത്തിൻ്റേതായി മാറും. അതുകൊണ്ട് എല്ലായിടങ്ങളിലും ദേവാലയങ്ങളുണ്ടാവാനും എല്ലായിടങ്ങളിലും കുരിശുപള്ളികളുണ്ടാവാനും പ്രത്യേകിച്ച് എല്ലായിടങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളുണ്ടാവാനും നിത്യാരാധനാ ചാപ്പലുകളുണ്ടാവാനും ഇന്ന് ഈ വായന വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അയോഗ്യരായിരിക്കുമ്പോഴും അങ്ങ് ഞങ്ങളെ പരിപാവനമായ ഈ വചനധ്യാനത്തിന് യോഗ്യരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യവും മഹത്വവും നിറയണമേ. ഇക്കാബോധ് മഹത്വം ഞങ്ങളെ വിട്ടുപോയെന്ന് ഒരിക്കലും പറയാനോ അറിയാനോ ഇടയാവരുതേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദാന പേടകം, അങ്ങയുടെ നിരന്തരമായ പ്രസൻസ് എപ്പോഴും ഉണ്ടാകണമേ. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇന്ന് പ്രത്യേകമായി അവിടുന്ന് സ്പർശിക്കണമേ. ഇവരുടെ കണ്ണീരിലും ഇവരുടെ കഥനങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും ഇവരെ ആകുലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണമേ എന്നും ഞാൻ കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകം 6 പുരോഹിതൻ്റെ ആശീർവാദം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മീഡിയം എന്തു തന്നെയാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മുടക്കമില്ലാതെ ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട് ഈ വചന വായനാ പദ്ധതിയെക്കുറിച്ച് പറയുക, അവരെ പരിചയപ്പെടുത്തുക. നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ അറിയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ പീസ്.